കഴിഞ്ഞുള്ള ചാപ്റ്ററുകളിലായിട്ട് റെസിസ്റ്റർ, കപ്പാസിറ്റർ, ഇൻഡക്ടർ എന്നീ ഡിവൈസുകൾ പഠിച്ചിട്ടുണ്ട്. നമ്മൾ ഇനി കാണാൻ പോകുന്നത് ഒരു റെസിസ്റ്ററിലൂടെയോ ഒരു കപ്പാസിറ്ററിലൂടെയോ ഒരു ഇൻഡക്ടറിലൂടെയോ AC ഒരു ഓൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് V = V0 sin omega t പാസ് ചെയ്താൽ എത്ര കറന്റ് കിട്ടും? We are going to see the relationship between V and I for a resistor, inductor and capacitor. അതിൽ ആദ്യം AC through a resistor. ഇവിടെ നിങ്ങൾക്ക് സർക്യൂട്ട് ഡയഗ്രം കാണാം. A resistor is connected to a alternating voltage given by V = V0 sin omega t. We are going to see what will be the current produced. V = V0 sin omega t. നമ്മൾ അത് ഇക്വേഷൻ 1 മാർക്ക് ചെയ്തു. ഒരു റെസിസ്റ്ററിന്റെ കേസിൽ വിയും ഐയും തമ്മിലുള്ള റിലേഷൻ എന്താ? I = V/R. കറന്റ് I = V/R. വിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. V0 sin omega t by R. മാക്സിമം വോൾട്ടേജ് ബൈ റെസിസ്റ്റൻസ് എന്താ? മാക്സിമം കറന്റ് ആണ്. മാക്സിമം കറന്റ് ഡിനോട്ട് ചെയ്യുക I0 എന്ന ലെറ്റർ കൊണ്ടാണ്. സോ യു വിൽ ഗെറ്റ് I = I0 sin omega t. അപ്പോൾ എന്താ നമ്മൾ റിസൾട്ട്? ഇഫ് യു ആർ പാസിംഗ് an alternating voltage V0 sin omega t through a resistance, the current will be I = I0 sin omega t. ഇവിടെ കറന്റിൽ ഒമേഗ ടി പ്ലസ് പൈ ബൈ ടു എന്നോ ഒമേഗ ടി മൈനസ് പൈ ബൈ ടു എന്നോ അല്ലെങ്കിൽ ഒമേഗ ടി പ്ലസ് പൈ എന്നോ അങ്ങനെയൊന്നും ഇല്ലല്ലോ. വോൾട്ടേജ് V0 sin omega t, കറന്റ് I0 sin omega t. അപ്പൊ നമ്മൾ പറയും V and I are in phase. വിയും ഐയും തമ്മിൽ ഫേസ് ഡിഫറൻസ് ഒന്നുമില്ല. ഓർ ഫേസ് ആംഗിൾ ഫൈ between V and I equals 0. Next, we are going to represent the relation between V and I by means of a graph. ആദ്യം നമ്മൾ വോൾട്ടേജ് റിപ്രസെന്റ് ചെയ്യാൻ പോവാണ്. V = V0 sin omega t എന്നുള്ളത്. ആദ്യം ഒമേഗ ടി 0 ആണ്. ഒമേഗ ടി 0 ആകുമ്പോൾ sin 0 0 ആണ്. സോ V = 0. ഇതാണ് പോയിന്റ്. പിന്നെ ഒമേഗ ടി പൈ ബൈ ടു, സൈൻ പൈ ബൈ ടു എന്ന് പറഞ്ഞാൽ 1 ആണ്. സോ V = V0. ഈ വോൾട്ടേജ് ആണ് V0. അപ്പം നമുക്ക് ഇവിടെ വരും, പോയിന്റ് ഇവിടെ വരും. അടുത്തത് ഒമേഗ ടി ഈക്വൽസ് പൈ, സൈൻ പൈ 0 ആണ്. ദെൻ വോൾട്ടേജ് ബിക്കംസ് 0. നെക്സ്റ്റ് ഒമേഗ ടി ഈക്വൽസ് 3 പൈ ബൈ ടു, സൈൻ 3 പൈ ബൈ ടു -1 ആണ്. V ബിക്കംസ് -V0. ഇതാണ് -V0. ഇവിടെയാണ് നമ്മൾ പോയിന്റ് വരിക. അതുപോലെ ഒമേഗ ടി 2 പൈ ആകുമ്പോൾ സൈൻ 2 പൈ 0 ആണ്. സോ V ബിക്കംസ് 0. So this graph represents the voltage V = V0 sin omega t. Next we are going to represent the current I = I0 sin omega t. omega t ക്ക് 0 കൊടുക്കുക, I = 0. omega t ക്ക് പൈ ബൈ 2 കൊടുത്താൽ I = I0 എന്ന് വരിക. ഇതായിക്കോട്ടെ I0. So this represents the point I0. Now omega t equals pi. അപ്പോൾ ഇവിടെയാണ് ആ പോയിന്റ് വരിക. ഒമേഗ ടി ഈക്വൽസ് 3 പൈ ബൈ ടു, I = -I0 എന്ന് വരും. ഇതാക്കോട്ടെ -I0. അപ്പോൾ പോയിന്റ് ഇവിടെ വരും. Then omega t equals 2 pi, then I = 0. So this graph represents the current I = I0 sin omega t. ഈ ഗ്രാഫ് നോക്കിയാൽ നിങ്ങൾക്ക് രണ്ട് കാര്യങ്ങൾ മനസ്സിലാവും. ഒന്ന്, you can find the maximum value of voltage and current from this graph. maximum value of voltage എന്ന് പറഞ്ഞാൽ V0 ആണ്. അപ്പം നിങ്ങൾക്ക് ഈ ഗ്രാഫിൽ നിന്ന് V0ന്റെ വാല്യൂ കാണാൻ പറ്റും. അതുപോലെ you can find the maximum value of current I0 from this graph. ഇതാണ് I0ന്റെ വാല്യൂ. ഇനി രണ്ടാമത്തെ കാര്യം എന്താണ്? You can also find the phase angle between V and I. ഈ ഗ്രാഫ് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. V0 ആകുമ്പോൾ കറന്റും 0 ആണ്. V മാക്സിമം ആകുമ്പോൾ കറന്റും മാക്സിമം ആണ്. വീണ്ടും രണ്ടും 0 ആയി. V മിനിമം ആയപ്പോൾ കറന്റും മിനിമം ആയി അല്ലേ? V പോകുന്നതോടൊപ്പം തന്നെ കറന്റും പോവാണ്. There is no phase difference between V and I.
So the phase angle phi equals 0. ഒരു ഗ്രാഫിക്കൽ റിപ്രസെൻറ്റേഷനിൽ നിന്നും രണ്ട് കാര്യങ്ങളാണ് നമുക്ക് മനസ്സിലാവുക. ഒന്നാമത്തത് we can find the maximum value of voltage and current. That is we can find V0 and I0. രണ്ടാമത്തെ കാര്യം we can find the phase angle between V and I. For a resistor, the phase angle is 0. We say that V and I are in phase. ഇതാണ് ഒരു റെസിസ്റ്ററിന്റെ കേസിൽ വിയും ഐയും തമ്മിലുള്ള ഗ്രാഫിക്കൽ റിപ്രസെൻറ്റേഷൻ. We can also represent the relationship between V and I by using phasor diagram. Phasor എന്ന വാക്കിന്റെ അർത്ഥം വെക്റ്റർ എന്നാണ്. So in a phasor diagram, the alternating voltages and currents are represented as vectors. ഈ ഡയഗ്രാം നോക്കുക. ഈ ഡയഗ്രത്തിൽ I എന്നുള്ള കറന്റും V എന്നുള്ള വോൾട്ടേജും വെക്ടേഴ്സ് ആയിട്ടാണ് റിപ്രസെന്റ് ചെയ്യുന്നത്. ഒരു ഗ്രാഫിക്കൽ റിപ്രസെന്റേഷനിൽ നിന്ന് നമുക്ക് രണ്ട് കാര്യങ്ങളാണ് മനസ്സിലാക്കാൻ പറ്റിയിരുന്നത്. ഒന്ന്, the maximum value of voltage and current. രണ്ട്, phase difference between V and I. ആ രണ്ട് കാര്യങ്ങൾ നമുക്ക് phasor ഡയഗ്രത്തിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കും. The length of the vector represents the maximum value of voltage and the maximum value of current. ഈ ചിത്രം നോക്കുക. OI എന്നുള്ള വെക്ടറിന്റെ ലെങ്ത് ആണ് I0. അതുപോലെ OV എന്നുള്ള വെക്ടറിന്റെ ലെങ്ത് ആണ് V0. So from the phasor diagram we can find I0 and V0. The angle between the vectors gives the phase difference between V and I. ഇവിടെ വിയും ഐയും എക്സ് ആക്സിസിലാണ്, രണ്ടും ഒരേ ലൈനിലാണ്. So the phase angle phi equals 0. മൂന്നാമത്തെ പോയിന്റ്, a phasor rotates anti clockwise. phasor എപ്പോഴും ആന്റി ക്ലോക്ക് വൈസ്. ഇതാണ് നമ്മൾ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ അല്ലേ? ഒന്നുകൂടി കാണിക്കാം. ഇതാണ് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. phasor എപ്പോഴും ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് റൊട്ടേറ്റ് ചെയ്യുക. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് ഒരു പ്യുവർ റെസിസ്റ്റീവ് സർക്യൂട്ടിന്റെ കേസിലാണ്. ഫോർ എ പ്യുവർ റെസിസ്റ്റീവ് സർക്യൂട്ട് നമുക്കറിയാം വിയും ഐയും തമ്മിലുള്ള ആംഗിൾ 0 ആണ് അല്ലേ? അപ്പൊ നമ്മള് ഐ എന്നുള്ള വെക്ടർ എക്സ് ആക്സിസിൽ എടുത്താൽ വി എന്നുള്ള വെക്ടറും നമ്മൾ എക്സ് ആക്സിസിൽ തന്നെ എടുക്കണം. തീറ്റന്റെ വാല്യൂ 0 ആയിരിക്കും. സോ ദിസ് ഡയഗ്രാം represents the phasor diagram for a circuit containing only resistance. നമുക്ക് വേറൊരു രീതിയിലും ഒരു റെസിസ്റ്റീവ് സർക്യൂട്ടിന്റെ പ്യുവർ റെസിസ്റ്റീവ് സർക്യൂട്ടിന്റെ phasor diagram റിപ്രസെന്റ് ചെയ്യാൻ പറ്റും. ഇത് എക്സ് ആക്സിസ്, ഇത് വൈ ആക്സിസ്. നമ്മൾ ആദ്യം വോൾട്ടേജിന്റെ വെക്ടർ വരയ്ക്കാം. അപ്പൊ ഇതാണ് വോൾട്ടേജിന്റെ വെക്ടർ. മാക്സിമം വാല്യൂ ഓഫ് വോൾട്ടേജ് ഈസ് V0. ഇതാണ് നമ്മൾ വോൾട്ടേജിന്റെ വെക്ടർ. ഇറ്റ് ഈസ് മേക്കിംഗ് ആൻ ആംഗിൾ ഒമേഗ ടി വിത്ത് ദ എക്സ് ആക്സിസ്. ഈ ആരോ മാർക്ക് ഇട്ടിരിക്കുന്നത് പിന്നെ phasor ഇങ്ങനെയാണ് റൊട്ടേറ്റ് ചെയ്യുക, ആന്റി ക്ലോക്ക് വൈസ് ആയിട്ടാണ് റൊട്ടേറ്റ് ചെയ്യാന്ന് കാണിക്കാനാണ്. അപ്പൊ നമ്മൾ എക്സ് ആക്സിസ് വൈ ആക്സിസ് വരച്ചു. ആദ്യം വോൾട്ടേജ് വെക്ടർ റിപ്രസെന്റ് ചെയ്തു. വോൾട്ടേജിന്റെ മാക്സിമം വാല്യൂ V0 എഴുതി അല്ലേ? ഇനി നമ്മൾ ഐ എന്നുള്ള വെക്ടർ, കറണ്ടിന്റെ വെക്ടർ നമ്മൾ എവിടെ റിപ്രസെന്റ് ചെയ്യുക? നമുക്കറിയാം ഒരു റെസിസ്റ്റീവ് സർക്യൂട്ടില് വിയും ഐയും തമ്മിലുള്ള ഫേസ് ആംഗിൾ 0 ആണ്. അപ്പൊ നമ്മൾ അതേ ലൈനിൽ തന്നെയാണ് ഐയും റിപ്രസെന്റ് ചെയ്യുക. ഇതേ ലൈനിൽ നമ്മൾ ഐയും റിപ്രസെന്റ് ചെയ്തു. കറണ്ടിന്റെ മാക്സിമം വാല്യൂ I0. So this diagram represents the phasor diagram for a സർക്യൂട്ട് കണ്ടെയ്നിങ് ഓൺലി റെസിസ്റ്റൻസ്. നിങ്ങൾക്ക് ഈ ഡയഗ്രാം വെച്ചിട്ടും ഈ ഡയഗ്രാം വെച്ചിട്ടും ഒരു റെസിസ്റ്റീവ് സർക്യൂട്ടിന്റെ phasor ഡയഗ്രാം റിപ്രസെന്റ് ചെയ്യാൻ പറ്റും. റെസിസ്റ്റൻസ് ഫ്രീക്വൻസി കർവ്. ഒരു റെസിസ്റ്റൻസ് മാത്രമുള്ള ഒരു സർക്യൂട്ടിലൂടെ നിങ്ങൾ എ സി കടത്തിവിടാണ്. നിങ്ങൾക്കറിയാം റെസിസ്റ്റർ കറണ്ടിനെ ഒപ്പോസ് ചെയ്യും. നമ്മൾ എ സിയുടെ ഫ്രീക്വൻസി കൂട്ടുകയാണെങ്കിൽ എന്ത് സംഭവിക്കും എന്ന് നോക്കാം. ഇതാണ് ഗ്രാഫ്. ഞാൻ ആദ്യം എ സിയുടെ ഫ്രീക്വൻസി 50 ഹെർട്സ് ആക്കി. ആ റെസിസ്റ്റർ എ സിയെ ഒപ്പോസ് ചെയ്യും. വീണ്ടും ഞാൻ എ സിയുടെ ഫ്രീക്വൻസി കൂട്ടി 60 ഹെർട്സ് ആക്കി. അപ്പോഴും ആ സർക്യൂട്ട് കൊടുക്കുന്ന റെസിസ്റ്റൻസ് സെയിം ആണ്, മാറ്റമൊന്നുമില്ല. ഞാൻ ഫ്രീക്വൻസി 70 ഹെർട്സ് ആക്കി എ സിയുടെ ഫ്രീക്വൻസി, അപ്പോഴും ആ സർക്യൂട്ട് കൊടുക്കുന്ന റെസിസ്റ്റൻസ് സെയിം ആണ്. അങ്ങനെ എ സിയുടെ ഫ്രീക്വൻസി എത്ര കൂട്ടിയാലും
ആ സർക്യൂട്ട് ഒരേ റെസിസ്റ്റൻസ് ആയിരിക്കും ആ എ സിക്കെതിരെ കൊടുക്കുക. We say that the resistance offered by the circuit does not change with the frequency of AC flowing through it. ഒന്നുകൂടി പറയാം. In the case of a circuit containing only resistor, the resistance offered by the circuit does not change with the frequency of AC flowing through it. AC through an inductor. Diagram നോക്കുക. We are applying an alternating voltage to a circuit containing an inductor only. നമ്മൾ കാണാൻ പോകുന്നത് ഇത്രയും വോൾട്ടേജ് അപ്ലൈ ചെയ്താൽ എത്ര കറന്റ് ആണ് ആ ഇൻഡക്ടറിൽ ഉണ്ടാവുക എന്നാണ്. We are going to find the relation between V and I for a circuit containing only an inductor. ആദ്യം വോൾട്ടേജിന്റെ ഇക്വേഷൻ എഴുതുക. V is equal to V0 sin omega t. ഒരു ഇൻഡക്ടറിന്റെ കേസിൽ വിയും ഐയും തമ്മിലുള്ള റിലേഷൻ എന്താണ്? വി ഇസ് ഈക്വൽ ടു എൽ ഇൻറ്റു ഡി ഐ ബൈ ഡി ടി. അങ്ങനെയാണെങ്കിൽ ഡി ഐ എന്താ വരിക? ഡി ഐ ഈക്വൽസ് വി ബൈ എൽ ഡി ടി. നമ്മൾ വിന്റെ വാല്യൂ അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. വിന്റെ വാല്യൂ വി സീറോ സൈൻ ഒമേഗ ടി എന്നാണ്. സോ യു വിൽ ഗെറ്റ് ഡി ഐ ഈക്വൽസ് വി സീറോ സൈൻ ഒമേഗ ടി ബൈ എൽ ഡി ടി. ഡി ഐ കിട്ടിയാൽ എങ്ങനെ ഐ കാണുക? ഇന്റഗ്രേറ്റ് ചെയ്യുക. I equals integral of V0 sin omega t by L dt. ഇവിടെ ഫംഗ്ഷൻ ഡി ടി ആണ്. സൈൻ ഒമേഗ ടി മാത്രം ഉള്ളിൽ വെക്കുക, ബാക്കി ടേംസ് പുറത്തേക്ക് കൊണ്ടുപോകുക. യു വിൽ ഗെറ്റ് ഐ ഇസ് ഈക്വൽ ടു V0 by L ഇന്റഗ്രൽ ഓഫ് സൈൻ ഒമേഗ ടി ഡി ടി. ഇന്റഗ്രൽ ഓഫ് സൈൻ ഒമേഗ ടി എന്താ വരിക? ഐ ഈക്വൽസ് V0 by L മൈനസ് കോസ് ഒമേഗ ടി ബൈ ഒമേഗ. സൈൻ ഒമേഗ ടിന്റെ ഇന്റഗ്രല് മൈനസ് കോസ് ഒമേഗ ടി ബൈ ഒമേഗ. ഈ ഒമേഗനെ ഇവിടെ കൊണ്ടുപോവുക. V0 ബൈ എൽ ഒമേഗ മൈനസ് കോസ് ഒമേഗ ടീനെ നമ്മൾ സൈനിന്റെ ടേംസിലേക്ക് മാറ്റി എഴുതാൻ പോവാണ്. നമ്മൾ V0 ബൈ എൽ ഒമേഗ ഒരുമിച്ച് എഴുതി. ഇനി മൈനസ് കോസ് ഒമേഗ ടി ആണുള്ളത്. വി ആർ ഗോയിങ് ടു റീറൈറ്റ് മൈനസ് കോസ് ഒമേഗ ടി ഇൻ ടേംസ് ഓഫ് സൈൻ. നമുക്ക് എന്താ കിട്ടുക? മൈനസ് കോസ് ഒമേഗ ടി എന്ന് പറഞ്ഞാൽ സൈൻ ഒമേഗ ടി മൈനസ് പൈ ബൈ ടു എന്നാണ്. സോ യു വിൽ ഗെറ്റ് ഐ ഈക്വൽസ് V0 ബൈ എൽ ഒമേഗ സൈൻ ഒമേഗ ടി മൈനസ് പൈ ബൈ ടു. ഞാൻ ഇക്വേഷൻ എ എന്ന് റിപ്രസെന്റ് ചെയ്തു കേട്ടോ. എന്തിനാണ് നമ്മൾ കോസിനെ സൈനിലേക്ക് മാറ്റിയത്? നമ്മൾ വോൾട്ടേജ് റിപ്രസെന്റ് ചെയ്തത് സൈനിന്റെ ടേംസിലാണ്. നമുക്കിവിടെ കറന്റ് കോസിന്റെ ടേംസിലാണ് കിട്ടിയത്. അപ്പൊ നമ്മൾ ആ കോസിനെ സൈനിന്റെ ടേംസിലേക്ക് മാറ്റി. ഇപ്പൊ വോൾട്ടേജും കറന്റും സൈനിന്റെ ടേംസിലായി. നമുക്ക് വോൾട്ടേജ് കിട്ടിയത് V0 സൈൻ ഒമേഗ ടി, കറന്റ് കിട്ടിയത് I is equal to V0 by L ഒമേഗ സൈൻ ഒമേഗ ടി മൈനസ് പൈ ബൈ ടു. ഇനി ഞാനൊന്ന് ഓംസ് ലോ എഴുതുകയാണ്. I is equal to V by R. ഞാൻ അതിന് ഇക്വേഷൻ ബി എന്ന് റിപ്രസെന്റ് ചെയ്തു. എയും ബിയും ഒന്ന് കമ്പയർ ചെയ്താലോ? ഐന്റെ സ്ഥാനത്ത് ഐ ഉണ്ട്, വോൾട്ടേജിന്റെ സ്ഥാനത്ത് V0 സൈൻ ഒമേഗ ടി മൈനസ് പൈ ബൈ ടു. ഓൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് ആകുമ്പോൾ അങ്ങനെയാ വരിക. വിന്റെ സ്ഥാനത്ത് V0 സൈൻ ഒമേഗ ടി മൈനസ് പൈ ബൈ ടു ഉണ്ട്. ആറിന്റെ സ്ഥാനത്ത് എന്താ ഉള്ളത്? എൽ ഒമേഗയാണുള്ളത്. ഇപ്പൊ ഇക്വേഷൻ എയും ബിയും തമ്മിൽ കമ്പയർ ചെയ്താൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഒമേഗ എൽ എന്ന് പറഞ്ഞ ടേം റെസിസ്റ്റൻസ് ആണ്. എന്തിന്റെ റെസിസ്റ്റൻസ് ആണ്? ഈ ഇൻഡക്ടർ എ സിക്കെതിരെ പ്രൊവൈഡ് ചെയ്യുന്ന റെസിസ്റ്റൻസ്. ഒരു ഇൻഡക്ടറിന്റെ റെസിസ്റ്റൻസിന് ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് എന്നാണ് പറയുക. അത് ഡിനോട്ട് ചെയ്യുക എക്സ് എന്ന ലെറ്റർ കൊണ്ടാണ്. ഇൻഡക്ടറിന്റെ റിയാക്റ്റൻസ് എന്നുള്ള അർത്ഥത്തിൽ അതിനെ എക്സ് എൽ എന്ന് റിപ്രസെന്റ് ചെയ്യും. സോ ഫ്രം എ ആൻഡ് ബി യു ക്യാൻ സീ ദാറ്റ് ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് is equal to L ഒമേഗ. അപ്പൊ വാല്യൂ നിങ്ങൾ ഇക്വേഷൻ എയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എൽ ഒമേഗക്ക് പകരം എക്സ് എല്ലിന് ഇക്വേഷൻ എയിൽ കൊടുക്കുക. യു വിൽ ഗെറ്റ് ഐ ഈക്വൽസ് V0 by XL sin omega t minus pi by 2. മാക്സിമം വോൾട്ടേജ് ബൈ റെസിസ്റ്റൻസ് എന്താ? വോൾട്ടേജ് ബൈ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ കറന്റ് ആണ്. മാക്സിമം വോൾട്ടേജ് ബൈ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ മാക്സിമം കറന്റ് വരിക. You will get I equals I0 sin omega t minus pi by 2. So we have obtained the expression for current through an inductor. ഇനി ഒന്ന് ഇക്വേഷൻ 1ഉം ഇക്വേഷൻ 2ഉം കമ്പയർ ചെയ്ത് നോക്കുക.
വോൾട്ടേജ് V0 sin omega t, കറന്റ് I0 sin omega t മൈനസ് π/2 ആണ് അല്ലേ. നിങ്ങൾക്ക് കാണാൻ പറ്റും വോൾട്ടേജും കറന്റും തമ്മിൽ π/2 ആംഗിളിന്റെ വ്യത്യാസമുണ്ട്. There is a phase difference of π/2 between V and I for an inductor. നമ്മൾ പറയും phase angle phi equals π/2. ആരാ മുന്നില്? അത് sin omega t ആണ്. കറന്റ് sin omega t മൈനസ് π/2 ആണ്. അപ്പൊ നമ്മൾ പറയും വോൾട്ടേജ് കറന്റിനേക്കാൾ π/2 ആംഗിൾ മുന്നിലാണ്. We lead I by a phase angle π/2. Next, we are going to draw the relation between V and I in the case of a circuit containing only an inductor. ഇങ്ങനെയാണ് ഗ്രാഫ് വരിക. എക്സ് ആക്സിസിൽ നമ്മൾ ആംഗിൾ ഒമേഗ ടി ആണ് എടുക്കുക. വൈ ആക്സിസിൽ നമ്മൾ വോൾട്ടേജും കറന്റും. വോൾട്ടേജിന്റെ ഫോർമുല, എത്ര വോൾട്ടേജ് നമ്മൾ ഇൻഡക്ടറിലേക്ക് കൊടുക്കുന്നത്? V is equal to V0 sin omega t. അതിന്റെ ഗ്രാഫ് നമ്മൾ നേരത്തെ റെസിസ്റ്റൻസിന്റെ കേസിൽ വരച്ചതാണ്. ഇതാണ് വോൾട്ടേജിന്റെ ഗ്രാഫ്. ഒമേഗ ടി 0 ആകുമ്പോൾ വോൾട്ടേജ് 0, ഒമേഗ ടി π/2 ആകുമ്പോൾ വോൾട്ടേജ് മാക്സിമം ആണ് V0, ഒമേഗ ടി പൈ ആകുമ്പോൾ sin π 0 ആയതുകൊണ്ട് വോൾട്ടേജ് 0, ഒമേഗ ടി 3π/2 ആകുമ്പോൾ വോൾട്ടേജ് മൈനസ് V0, ഒമേഗ ടി 2π ആകുമ്പോൾ വോൾട്ടേജ് വീണ്ടും 0. ഇനി നമ്മൾ കറന്റ് വരയ്ക്കാൻ പോവാണ്. കറന്റിന്റെ കേസിൽ നമ്മൾ കണ്ടത് ഫോർമുല I is equal to I0 sin omega t minus π/2. നമ്മൾ ഗ്രാഫ് വരയ്ക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഈ സൈൻ ടേമിനെ കോസിന്റെ ടേംസിലേക്ക് പറയാണ്. I is equal to minus I0 cos omega t. ആദ്യം നമുക്ക് omega t 0 കൊടുക്കാം. cos 0 1 ആണ്. അപ്പൊ I is equal to minus I0. അപ്പൊ omega t 0 ആകുമ്പോൾ കറന്റിന്റെ വാല്യൂ മൈനസ് I0. പിന്നെ omega t π/2 cos 90 0 ആണ്. അപ്പൊ കറന്റിന്റെ വാല്യൂ 0. π/2 ആകുമ്പോൾ കറന്റ് 0. അടുത്തത് പൈ ആണ്. cos പൈ മൈനസ് 1 ആണ്. മൈനസ് ഓഫ് മൈനസ് എന്ന് പറഞ്ഞാൽ പ്ലസ് ആയി. I is equal to I0 ആയി. ഇനി 3π/2 ആകുമ്പോഴോ cos 3π/2 0 ആണ്. then I is equal to 0. വീണ്ടും cos omega t is equal to cos 2π. omega t ന്റെ വാല്യൂ 2π ആണെങ്കിലോ cos 2π 1 ആണ്. I is equal to minus I0 എന്ന് വരും. You will get, ഇതാണ് ആ പോയിന്റ് വരിക. നമ്മൾ കറണ്ടിന്റെ ഗ്രാഫ് വരയ്ക്കുമ്പോൾ ഇതായിരിക്കും കറണ്ടിന്റെ ഗ്രാഫ് വരിക. നിങ്ങൾ ഈ ഗ്രാഫിലേക്ക് നോക്കുക. വോൾട്ടേജ് 0 ആകുമ്പം കറണ്ട് നെഗറ്റീവ് ആണ്. വോൾട്ടേജ് മാക്സിമം ആയപ്പം കറണ്ട് 0ലേക്ക് എത്തുന്നേ ഉള്ളൂ. വോൾട്ടേജ് 0ലേക്ക് വരുമ്പം കറണ്ട് മാക്സിമത്തിലേക്ക് എത്തുന്നേ ഉള്ളൂ. വോൾട്ടേജ് നെഗറ്റീവിലേക്ക് പോകുമ്പം കറണ്ട് 0ലേക്ക് എത്തുന്നേ ഉള്ളൂ. വോൾട്ടേജ് തിരിച്ച് 0ലേക്ക് പോകുമ്പം കറണ്ട് നെഗറ്റീവിലേക്ക് എത്തുന്നേ ഉള്ളൂ. അതായത് എല്ലാ സമയത്തും കറണ്ട് വോൾട്ടേജിനേക്കാൾ π/2 ആംഗിൾ പിന്നിലാണ്. We say that current lag voltage by a phase angle π/2, അല്ലെങ്കിൽ വോൾട്ടേജ് ലീഡ് കറന്റ് by a phase angle π/2. Phasor diagram for a circuit containing an inductor. ഇതാണ് ഒരു ഇൻഡക്ടറിന്റെ കേസിലുള്ള ഫേസർ ഡയഗ്രാം. നമ്മൾ എക്സ് ആക്സിസിൽ I റിപ്രസെന്റ് ചെയ്തു. ഇവിടെ നിന്ന് ഇവിടെ വരെയുള്ള നീളമാണ് I0. ഇനി നമ്മൾ പറഞ്ഞിട്ടുണ്ട് വിയും ഐയും തമ്മിലുള്ള ആംഗിള് 90 ഡിഗ്രി ആണ് അല്ലേ, π/2 ആണ്. അപ്പൊ നമുക്ക് V വേണമെങ്കിൽ ഇവിടെയും റിപ്രസെന്റ് ചെയ്യാം, അല്ലെങ്കിൽ V നമുക്ക് ഈ മൈനസ് y ആക്സിസിൽ ഇവിടെയും നമുക്ക് റിപ്രസെന്റ് ചെയ്യാം. പിന്നെ എന്തുകൊണ്ടാണ് V ഇവിടെ എടുത്തത്? എന്തുകൊണ്ടാണ് V താഴേക്ക് എടുക്കാഞ്ഞത്? നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഫേസർ റൊട്ടേറ്റ്സ് ആന്റി ക്ലോക്ക് വൈസ്. ഫേസർ ഇങ്ങനെയാണ് കറങ്ങുക. അതുപോലെ വോൾട്ടേജ് ഈസ് അഹെഡ് ഓഫ് ദ കറന്റ് ബൈ എ ഫേസ് ആംഗിൾ 90 ഡിഗ്രി. അപ്പം നമ്മൾ ഫേസർ ഇങ്ങനെയാണ് കറങ്ങുക. എക്സ് ആക്സിസിൽ കറന്റ് എടുത്തിട്ട് നമ്മൾ വോൾട്ടേജ് ഇവിടെ വരച്ചാൽ ഫേസർ ഇങ്ങനെയാണ് കറങ്ങുക. അതിന്റെ അർത്ഥം കറന്റ് വോൾട്ടേജിനേക്കാൾ മുന്നിലാണ് എന്നാണ്. പക്ഷെ ഇൻഡക്ടറിന്റെ കേസിൽ വോൾട്ടേജ് ലീഡ് കറന്റ് ബൈ എ ഫേസ് ആംഗിൾ π/2 എന്നാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ വോൾട്ടേജ് ഈ ആക്സിസിൽ വേണം എടുക്കാൻ. നമ്മൾ ഫേസർ ആന്റി ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്യുക. അപ്പൊ ഇങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും വോൾട്ടേജ് കറന്റിനേക്കാൾ 90 ഡിഗ്രി മുന്നിലാണ്. ഈ ഫേസർ ഡയഗ്രാം നമുക്ക് വേറൊരു രീതിയിലും വരയ്ക്കാൻ പറ്റും, ലൈക്ക് ദിസ്. നിങ്ങൾ ആദ്യം എക്സ് ആക്സിസും വൈ ആക്സിസും വരയ്ക്കുക.
വോൾട്ടേജ് V0 വരയ്ക്കുക. V0യും x ആക്സിസും തമ്മിലുള്ള ആംഗിൾ ഒമേഗ ടി ആണ്. ഇനി നമുക്കറിയാം വിയും ഐയും തമ്മിലുള്ള ആംഗിൾ π/2 ആണ്. നമുക്ക് I വേണമെങ്കിൽ ഇവിടെ വരയ്ക്കാം, അല്ലെങ്കിൽ I വേണമെങ്കിൽ ഇവിടെയും വരയ്ക്കാം. ഞാൻ ഈ പറഞ്ഞ ഇവിടെയും നിങ്ങൾക്ക് I വരയ്ക്കാം. പക്ഷെ എന്തുകൊണ്ടാണ് ഗ്രാഫിൽ ഇവിടെ I വരച്ചിരിക്കുന്നത്? നിങ്ങൾക്കറിയാം ഫേസർ റൊട്ടേറ്റ് ചെയ്യുന്നത് ആന്റി ക്ലോക്ക് വൈസ് ആണ്. ഫോർ ആൻ ഇൻഡക്ടർ വോൾട്ടേജ് ഈസ് അഹെഡ് ഓഫ് ദ കറന്റ് ബൈ എ ഫേസ് ആംഗിൾ π/2. അപ്പോൾ വോൾട്ടേജ് ഇവിടെ വരച്ചാൽ കറന്റ് 90 ഡിഗ്രി പിന്നിലായിട്ട് വേണം വരയ്ക്കാൻ. അതുകൊണ്ട് ദിസ് റിപ്രസെന്റ്സ് ദ ഫേസർ ഡയഗ്രാം ഫോർ ആൻ ഇൻഡക്ടർ. ഒന്നുകൂടി പറയാം, നമ്മൾ I ഇവിടെ വരയ്ക്കുകയാണെങ്കിൽ ഫേസർ ആന്റി ക്ലോക്ക് വൈസ് ആയിട്ടാണ് റൊട്ടേറ്റ് ചെയ്യാന്ന് പഠിച്ചത്. I ഇവിടെ വരയ്ക്കുകയാണെങ്കിൽ I വിനേക്കാൾ മുന്നിലാണ് എന്നാണ് അർത്ഥം വരിക. ബട്ട് ഫോർ ആൻ ഇൻഡക്ടർ വോൾട്ടേജ് ഈസ് അഹെഡ് ഓഫ് ദ കറന്റ്, സോ അവർ ഫേസർ ഡയഗ്രാം വിൽ ബി ലൈക്ക് ദിസ്. ഫ്രീക്വൻസി റെസിസ്റ്റൻസ് കർവ് ഫോർ ആൻ ഇൻഡക്ടർ. ഒരു ഇൻഡക്ടർ മാത്രമുള്ള സർക്യൂട്ടിലൂടെ നിങ്ങൾ AC കടത്തി വിടുകയാണെങ്കിൽ ആ ഇൻഡക്ടർ ആ ACയെ ഒപ്പോസ് ചെയ്യും. ഇൻഡക്ടർ എത്ര റെസിസ്റ്റൻസ് ആണ് ACക്ക് കൊടുക്കുക? R ആണോ? അല്ല. ഇൻഡക്ടർ ACക്ക് ഓഫർ ചെയ്യുന്ന റെസിസ്റ്റൻസ് XL ആണ്. അതായത് ഇൻഡക്റ്റീവ് റിയാക്ടൻസ് ആണ്. We know that inductive reactance XL equals omega L. Omega എന്ന് പറഞ്ഞ ആംഗുലാർ ഫ്രീക്വൻസി ആണ്. So you can write XL equals 2 pi FL, or you can write XL equals F. നമ്മൾ പാസ് ചെയ്യുന്ന ACയുടെ ഫ്രീക്വൻസി കൂടുന്നതനുസരിച്ചിട്ട് ആ ഇൻഡക്ടർ അതിന് ഒപ്പോസ് ചെയ്യുന്ന റിയാക്ടൻസും കൂടും. If the frequency of AC increases, the inductive reactance offered by the inductor also increases. അപ്പോൾ XLഉം Fഉം തമ്മിലെ ഗ്രാഫ് വരച്ചാൽ you will get like this. This is the graph showing the variation of inductive reactance XL with the frequency of AC passing through the inductor. ഈ പറഞ്ഞതുപോലെ XL is proportional to F. അപ്പോൾ ACയുടെ ഫ്രീക്വൻസി കൂടുന്നതനുസരിച്ചിട്ട് ഇൻഡക്റ്റീവ് റിയാക്ടൻസ് ACക്കെതിരെ ഇൻഡക്ടർ കൊടുക്കുന്ന റിയാക്ടൻസും കൂടും. നമ്മൾ ഒരു DC ആണ് ഇൻഡക്ടറിലൂടെ കടന്നു പോകണമെങ്കിൽ എന്താ സംഭവിക്കുക നോക്കുക. DCയോട് ഇൻഡക്ടർ ഏത് രീതിയിലാണ് ബിഹേവ് ചെയ്യാന്നാണ് നമ്മൾ കാണാൻ പോകുന്നത്. DCക്ക് ഫ്രീക്വൻസി ഇല്ല. നിങ്ങൾക്കറിയാം DC എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് കറന്റ് ആണ്, കോൺസ്റ്റന്റ് വോൾട്ടേജ് ആണ്. സോ DC ഹാസ് നോ ഫ്രീക്വൻസി. F0 ആവുമ്പം XL is equal to 0. എന്താ അതിന്റെ അർത്ഥം? ഒരു ഇൻഡക്ടറിലൂടെ DC കടന്നു പോകുമ്പം ഇൻഡക്ടർ ഒരു റിയാക്ടൻസും DCക്കെതിരെ കൊടുക്കൂല. എന്ന് പറഞ്ഞാൽ ഇൻഡക്ടർ DCയെ ഒപ്പോസ് ചെയ്യില്ല. മുഴുവൻ DCയും ആ ഇൻഡക്ടറിലൂടെ കടന്നു പോകും. So what is our result? Inductor offers no opposition, or it offers no reactance to the flow of DC. ഇനി AC എടുത്ത് നോക്കുക. ACക്ക് ഒരു ഫ്രീക്വൻസി ഉണ്ട്. അതൊരു ഫൈനൈറ്റ് വാല്യൂ ആണ്. സേ 10 Hz, 20 Hz, 30 Hz etc. അപ്പോൾ ആ ഫ്രീക്വൻസി ഉള്ളത് കൊണ്ട് F ഉള്ളത് കൊണ്ട് എന്തുണ്ടാവും? ഇൻഡക്റ്റീവ് റിയാക്ടൻസ് ഉണ്ടാവും. ഇൻഡക്ടർ ആ ACക്കെതിരെ ഒരു ഓപ്പോസിഷൻ അല്ലെങ്കിൽ ഒരു റിയാക്ടൻസ് പ്രൊവൈഡ് ചെയ്യും. ഇനി എന്താണ് ആ റിസൾട്ട്? എങ്ങനെയാണ്? നമ്മൾ പാസ് ചെയ്യുന്ന ACയുടെ ഫ്രീക്വൻസി കൂടുതലാണ് എങ്കിൽ ഇൻഡക്ടർ അതിന് കൂടുതൽ ഓപ്പോസിഷൻ പ്രൊവൈഡ് ചെയ്യും. ഇൻഡക്ടർ ഓഫേഴ്സ് മോർ റിയാക്ടൻസ് ഇഫ് ദ ഫ്രീക്വൻസി ഓഫ് AC ഈസ്